ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 56 ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. ഫണിവധുഗണ ഭക്തിവിലോകന പ്രവികസംകരുണാകുലചേതസ ഫണിപൻ ഭവദാച്യുത ജീവിത ത്വയി സമർപ്പിത മൂർത്തിരവാനമൻ. അന്വയം അർത്ഥം. അച്യുത നാശമില്ലാത്തവനെ, ഫണിവധൂഗണ ഭക്തിവിലോകന പ്രവികസൻ കരുണാകുല ചേതസ, സർപ്പപത്നിമാരുടെ ഭക്തിയുടെ ദർശനം നിമിത്തം വളരുന്ന കരുണയ്ക്കധീനമായ മനസ്സോടുകൂടിയ ഭവത അങ്ങയാൽ, ജീവിത ജീവിക്കുന്ന, ഫണിപതി കാളിയൻ, ത്വയി അങ്ങയിൽ, സമർപ്പിതമൂർത്തി ശരീരം സമർപ്പിച്ചവനായി, അവാനമൻ നമസ്കരിച്ചു. ഹരി ഓം. സാരം: കാളിയനെ ദമനം ചെയ്ത് ഭഗവാൻ കാളിയപത്നിമാരുടെ ഭക്തി പാരവശ്യത്തിൽ കാരുണ്യനിധിയായി കാളിയനെ ജീവിപ്പിച്ചു. അവൻ ഭഗവത് ഭക്താഗ്രേസരനായി ഭഗവാനെ നമിച്ചു. ഹരി ഓം. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. രമണകം വൃജവാരിധി മധ്യകം ഫണിരിപൂർണ്ണ കരോതി വിരോധിതാം ഇതി ഭവൻ വചനാന്യതിമാനയൻ ഫണിപതൻ നിരകാൻ ഉരകൈ സമം. അന്വയം അർത്ഥം. വാരിധി മധ്യമം, കടലിൽ നടുവിലുള്ള, രമണകം എന്ന ദ്വീപിലേക്ക് വൃജ പോകുക. ഫണിരിപു സർപ്പശത്രുവായ ഗരുഡൻ, വിരോധിതാം ശത്രുത, ന കരോതി കാണിക്കുകയില്ല, ഇതി എന്നിപ്രകാരമുള്ള, ഭവത് വചനാനി അങ്ങയുടെ വാക്കുകൾ, അതിമാനയൻ ബഹുമാനിക്കുന്നവനായി, ഫണപതി കാളിയൻ, ഉരകൈ സമം മറ്റു സർപ്പങ്ങളോടുകൂടി, നിരകാൻ യാത്ര തിരിച്ചു. ഹരി ഓം. സാരം: പണ്ട് കാളിയൻ താമസിച്ചിരുന്ന രമണക ദ്വീപിലേക്ക് തന്നെ പോകാൻ ഭഗവാൻ കാളിയനോട് പറഞ്ഞു. ഗരുഡന്റെ ശല്യം അവിടെ ഉണ്ടാകുകയില്ല. മറ്റ് സർപ്പങ്ങളും ഒന്നിച്ച് കാളിയൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. ഹരി ഓം.